ഹായ് ഗൈസ്, അപ്പം ഞാൻ ഇന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്നൊരു സിനിമ കണ്ടു. അപ്പോൾ പയ്യന്നൂർ പോയിട്ടാണ് സിനിമ കണ്ടത്. സോ ഞാൻ ഈ സിനിമയ്ക്ക് മുമ്പേ, അതായത് കാണുന്നതിന് മുമ്പേ ട്രെയിലറോ കാര്യങ്ങളോ, അതായത് ഇതിൽ പാട്ടോ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. സോ അങ്ങനെ നമ്മൾ സിനിമ കാണാൻ പോയി. സോ ഞാൻ സിനിമയ്ക്ക് കയറിയിരുന്നു. ആദ്യമൊന്നും വലിയ കഥയൊന്നും വലിയ രീതിക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഇത് എങ്ങോട്ടാണ് പോകുന്നത്, ഇത് എങ്ങോട്ടാണ് കഥ കൊണ്ടുപോകുന്നതെന്നുള്ള ഒരിതായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഭാഗമാകുമ്പോഴാണ് അതിൻ്റെ കഥയും എല്ലാം നല്ല രീതിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് നല്ല രീതിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു. അതായത് നമുക്ക് ഫസ്റ്റ് ഇതിൽ കിട്ടാത്തൊരു സാധനം ലാസ്റ്റ് ഭാഗത്തെത്തുമ്പം കിട്ടുന്നുണ്ട്. സോ അങ്ങനെയുള്ളൊരു സിനിമയാണ്. ഒറ്റ ബാക്കി പറഞ്ഞാൽ നല്ല അടിപൊളി സിനിമ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്യാരക്ടേഴ്സ് പുതിയതാണോന്നറിയില്ല, മുന്നേ ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷേ നല്ല അടിപൊളി സിനിമ, ഒന്നും പറയാനില്ല. പാട്ടും അതിൽ സുഷിശ്യാമിൻ്റെയാണ് മ്യൂസിക്, അറിയാലോ. സുഷിശ്യാം വേറെ ലെവലാക്കിയിട്ടുണ്ട് അതിലത്തെ പാട്ടും കാര്യങ്ങളും. അതായത് നമുക്ക് പല കാര്യങ്ങളും ഓർമ്മ വരുന്ന ടൈപ്പിലൊരു പാട്ടാണ്. ഓക്കെ, സോ നിങ്ങൾ പോവാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോയിട്ട് തിയേറ്ററിൽ നിന്ന് കാണാം. ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ചിലപ്പം കഥ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. അതായത് ഓരോ ആൾക്കാരുടെ മൈൻഡ് വേറെ വേറെയാണ്. ചിലവർക്ക് ഇഷ്ടപ്പെടാം, ചിലവർക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കാം. അത് നമ്മളെങ്ങനെ ആ സിനിമേനെ കാണുന്നു, ആ കഥ എങ്ങനെ എൻജോയ് ചെയ്യുന്നു എന്നുള്ള രീതിക്ക് ഇരിക്കും. സോ അപ്പം അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയതെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാനാണ്. അപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നേരെ ഞാൻ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ തന്നെ ഏകദേശം എനിക്ക് പല കാര്യങ്ങളും ചെയ്ത് തീർക്കാനുണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് വേഗം വീട്ടിലേക്ക് വരേണ്ടി വന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ. സോ അത്യാവശ്യം സിനിമ കാണാൻ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. അതായത് നമുക്ക് സെൻട്രൽ, അതായത് മിഡിൽ ഭാഗത്തായിരുന്നു നമുക്ക് സീറ്റ് കിട്ടിയിരുന്നത്. ബാക്കിലോട്ട് ബുക്ക് ചെയ്യുന്നതിന് മുമ്പേ ബാക്ക് സീറ്റ് നോക്കിയപ്പം എല്ലാം ഫുള്ളായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് കാര്യം. നല്ല അടിപൊളി സിനിമ. നിങ്ങൾ കാണാൻ പറ്റുന്നവരെ OTT ഇറങ്ങുന്നത് വെയിറ്റ് ചെയ്യേണ്ടതാണെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ പിന്നെ തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാം. അതായത് തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾ മിസ് ചെയ്ത വലിയൊരു വലിയൊരു നഷ്ടമാവുമെന്ന് എനിക്ക് പറയാനുള്ളത്. അതായത് അത്രയും നല്ല പടം, നല്ല കഥ, നല്ല പടം, നല്ല ക്യാമറ, നല്ല എഡിറ്റ്. അതായത് ഞാൻ ഒരു എഡിറ്റിംഗ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എഡിറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു എഡിറ്റിങ്ങും നല്ലൊരു കഥയും നല്ല ക്യാമറ, വീഡിയോസും. അതായത് ആ വീഡിയോസ് എടുത്തു വെച്ചതും നല്ല പെർഫെക്റ്റ്. പിന്നെ അടിപൊളി സ്ഥലമാണത്. നമുക്ക് ആ സ്ഥലത്ത് പോകണം തോന്നുന്നു. എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ആ സ്ഥലത്ത് പോകണമെന്ന്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് സിനിമ കാണാം. ഓക്കെ, അപ്പോൾ അതാണ് ബാലൻ എന്ന സിനിമയെ കുറിച്ച് പറയാനുള്ളത്. സോ എനിക്ക് ഈ കാര്യം ഇവിടെ പറയണം തോന്നി. കാരണം എന്ന് വെച്ചാൽ ഇത്ര ഒരു നല്ല മൂവിയെ നമ്മൾ എന്തുകൊണ്ട് മറ്റ് ലെവലിലേക്ക് എത്തിച്ചുകൂടാ, അതായത് ഈ മൂവിനെ കുറിച്ച് അറിയാത്തവരിലേക്ക് എത്തിച്ചുകൂടാന്ന് എനിക്ക് തോന്നി. അപ്പം ഒരു മൂവി എടുക്കുന്നതിൻ്റെ ഒരു കഷ്ടപ്പാട് എന്ന് വെച്ചാൽ, നമ്മൾ വ്ളോഗ് എടുക്കുന്നതിന് കഷ്ടപ്പാടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഒരു മൂവിയിലേക്ക് വരുമ്പം നമുക്ക് പല കാര്യങ്ങളും, പല ആൾക്കാരും വേണ്ടി വരും. ഒരു സെറ്റ് ഇടൽ, ഒരു പെർഫെക്റ്റ് വീഡിയോ ഇട്ടൽ, നമ്മൾ പ്രതീക്ഷ രീതിയിൽ അതിൻ്റെ ഔട്ട് കിട്ടണം. അത്രയേ ഉള്ളൂ, അതാണ് മെയിൻ. അപ്പം ഓരോ ക്യാരക്ടേഴ്സും, ഓരോ ആൾക്കാരും ഒന്നിനൊന്നിനും മെച്ചമാണ് ആ സിനിമയിൽ. ഒന്നും പറയാനില്ല, അത്രയ്ക്കും നല്ല മൂവി. എനിക്ക് ഈ മൂവി ഒന്നും കൂടെ കാണണമെന്നുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ എനിക്ക് ഈ മൂവി നല്ലോണം ഒന്നും കൂടെ കാണണമെന്നുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ. സോ ഇന്ന് മഴയൊന്നുമില്ല, 2 ദിവസമായിട്ട് ഭയങ്കര വെയിലാണ്. അപ്പോൾ നമ്മൾ വർക്കും കാര്യങ്ങളായിട്ട് എവിടെയും പോയില്ല. സോ ഈ സമയമാണ് ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അപ്പം ഈ സമയം വന്ന് ഈ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ വ്ളോഗ് എടുത്തത്. സോ നമ്മൾ പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ള വെച്ചാൽ, നമ്മൾ എൻ്റെ മുറിവൊക്കെ ഉണങ്ങി. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ ജിമ്മിന് ജോയിൻ ചെയ്യും. അപ്പം എനിക്ക് ചെണ്ട ക്ലാസ്സും കൂടി വരുന്നതുകൊണ്ട് ഇതൊക്കെ ഇനി മിക്സായിട്ടാണ് നടക്കുക. അതായത് ഒരു ഭാഗത്ത് വർക്ക്, ഒരു ഭാഗത്ത് വ്ളോഗ്, ഒരു ഭാഗത്ത് ജിമ്മ്, ഒരു ഭാഗത്ത് ചെണ്ട ക്ലാസ്. അതായത് ചെണ്ട ക്ലാസ് വെച്ചാൽ നമ്മുടെ ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ ചെണ്ട പഠിപ്പിക്കുന്നുണ്ട്. അതായത് 8 മേള മറ്റും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ജോയിൻ ചെയ്തിന്. എനിക്ക് ചെണ്ട പഠിക്കാനുള്ളൊരു ആഗ്രഹത്തിൽ ഞാനിങ്ങനെ ജോയിൻ ചെയ്തിന്. എനിക്ക് വലുതായിട്ട് ചെണ്ട കൊട്ടാനോ ഒന്നും അറിയില്ല, അതുകൊണ്ട് പഠിച്ചേക്കെന്ന് വിചാരിച്ചു. ഒരാഗ്രഹം
അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ അമ്പലത്തിൽ നമുക്ക് പൂരത്തിൻ്റെ സമയത്തൊക്കെ കൊട്ടാവുന്നതാണ്. ഇവിടെ പൂരം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതിനൊക്കെ കൊട്ടാവുന്നതാണ്. അപ്പോൾ 8 മേളം നമുക്ക് വടിച്ച് വെച്ചാൽ നല്ലതാണ്. അതായത് നമുക്ക് ചെണ്ടയൊന്ന് വഴങ്ങി കിട്ടും. പിന്നെ നല്ലൊരു വൃത്തി കൊട്ടാനും പറ്റും. പിന്നെ 6 മാസമാണ് പ്രാക്ടീസ്. ആഴ്ചയിൽ വെള്ളി, ശനി, ഞായർ ഈ ദിവസങ്ങളിൽ മാത്രമേ ചെണ്ടയുടെ പ്രാക്ടീസ് ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് വർക്ക് ജിമ്മ് വെച്ച് അഡ്ജസ്റ്റ് ആക്കി അങ്ങനെ പോകേണ്ടി വരും. വ്ളോഗ് അതിൻ്റെ ഇടയ്ക്ക് എടുക്കണം, എഡിറ്റ് ചെയ്യണം, വർക്കിൻ്റെ എഡിറ്റ്, അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഉണ്ട്. സോ അതായത് നമ്മൾ നല്ല തിരക്കിലാണിപ്പം, എല്ലാം കൊണ്ടും നല്ല തിരക്കിലാണ് ഗൈസ്. അപ്പം എനിക്ക് സിനിമകളെക്കുറിച്ചോ ഇതിനെക്കുറിച്ചൊന്നും ഭയങ്കരമായിട്ട് പറയാൻ അറിയില്ല. സോ ഞാനൊരു ബിഗിനറാണ്. അപ്പം എനിക്കാവുന്നത്ര ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് പല കാര്യങ്ങളും പറയണമെന്നുണ്ട്. പക്ഷേ സംസാരിച്ച് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിങ്ങനെ കിട്ടില്ല. പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ നിങ്ങൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയിട്ട് വാച്ച് ചെയ്യുക. ഫാമിലിയായിട്ട് ഫാമിലിയായിട്ട് പോവുക, ഫ്രണ്ട്സായിട്ട് പോകുന്നവർ ഫ്രണ്ട്സായിട്ട് പോവുക. അപ്പം നിങ്ങൾ കാണാം. സോ ഇതൊരു ചെറിയ വ്ളോഗാണ്. അപ്പം ഇതിലെനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളുണ്ടാവും. അപ്പം സിനിമയെക്കുറിച്ച് എനിക്ക് വലുതായി പറയാൻ അറിയില്ലെങ്കിലും ഞാൻ എന്നെക്കൊണ്ടാവുന്നത്ര പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സോ അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം നാളെ ഇതിലും അടിപൊളിയായ വ്ളോഗായിട്ട് നാളെ കാണാം. സോ ബൈ.